എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുൾക്കാരി നെറ്റ് കോട്ട സാരിയുടെ കളക്ഷനാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സാരീസ് നേരത്തെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വീണ്ടും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കട്ട് വർക്ക് ബോർഡേഴ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വീവിങ്ങുമാണ്. ഇതൊരു 2 പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. ഇത് ഈ ഒരു സാരിയിൽ ത്രൂ ഔട്ട്, അതായത് ഫുൾ ബോഡിയിൽ ഈ ഒരു ഫുൾക്കാരി വർക്കാണ് വരുന്നത്. അതേപോലെ കട്ട് വർക്ക് ബോർഡറും ഇതേപോലുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് ബോർഡറിൽ വരുന്നത്. എല്ലാ ത്രൂ ഔട്ട് ദ ബോഡി ഈ ഒരു കട്ട് വർക്കാണ് വരുന്നത്. അതേപോലെ ബ്ലൗസിലും കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു ബെറി വൈൻ കളറാണ്. ഇതിലും കട്ട് വർക്കാണ് വരുന്നത്. പല്ലു അതേപോലെ തന്നെ 2 സൈഡിലും ബോർഡേഴ്സ് കട്ട് വർക്കാണ് വരുന്നത്. ആൻഡ് ബ്ലൗസും ഇതേ ഒരു പാറ്റേണിലാണ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു ലീഫ് ഗ്രീൻ ഷെയ്ഡാണ്. ഈ സാരിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ്. എസ്പെഷ്യലി ഫങ്ഷനൊക്കെ പോകുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണിത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നൊരു ഓഫ് വൈറ്റ് ആണ്. ഈ ഓഫ് വൈറ്റിൻ്റെ തന്നെ ഒരു 3-4 കളേഴ്സ്, അതായത് അതിൻ്റെ ബോർഡറിൽ ചെറിയ കളർ ഡിഫറൻസ് കൂടിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു പേർപ്പിൾ ഷെയ്ഡാണ്. ഇതിലും കട്ട് വർക്ക് 2 സൈഡിലും കട്ട് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതും കട്ട് വർക്ക് ആയിട്ടാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു പ്യുവർ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. എസ്പെഷ്യലി നമുക്ക് ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണിത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. അടുത്തത് ഞാൻ കാണിക്കാം. അതിന് നമ്മൾ ഈ ഒരു മോഡൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കട്ട് വർക്ക് സെൽഫായിട്ടുള്ള കട്ട് വർക്കാണ് വരുന്നത്. അതേപോലെ എംബ്രോയ്ഡറി സെൽഫ് എംബ്രോയ്ഡറി ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലു ആൻഡ് ബ്ലൗസിലും കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു ലൈറ്റ് മോവ് ഷെയ്ഡാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു സാരി കൂടിയാണിത്. ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു സാരി ആയതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. കട്ട് വർക്ക് ബ്ലൗസാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് പേർപ്പിൾ കളറാണ്. ഇതാണ് പല്ലു വരുന്നത്. ബോഡി നല്ല സോഫ്റ്റാണ് ഈ സാരിയിൽ. നമുക്ക് ഫുൾ ബോഡി എംബ്രോയ്ഡറി വരുന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെവിനെസ് തോന്നത്തില്ല. എന്നാൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഈ സാരിയിൽ കട്ട് വർക്ക് ഇല്ല, പകരം ഇതിൻ്റെ ബോർഡേഴ്സിൽ എംബ്രോയ്ഡറി ആണ് വരുന്നത്. കട്ട് വർക്ക് ഇല്ല, പക്ഷേ പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസിലും കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. 2 സൈഡിലും എംബ്രോയ്ഡറി ബോർഡേഴ്സാണ് വരുന്നത്. കട്ട് വർക്ക് ബോർഡേഴ്സ് അല്ല, പ്രത്യേകം നോട്ട് ചെയ്യുക. ആൻഡ് ബ്ലൗസിലും ഇതേ പാറ്റേൺ തന്നെയാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണല്ലോ. നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് കളറാണ്. നേരത്തെ നമ്മൾ കട്ട് വർക്കിൽ പീച്ച് കാണിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ കട്ട് വർക്ക് ഇല്ല, ഇതിൽ എംബ്രോയ്ഡറി ആണ് വരുന്നത്. ആൻഡ് ബ്ലൗസിലും കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്, എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ കളറാണ്. ഒരു ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. എംബ്രോയ്ഡറി ബോർഡേഴ്സാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. എംബ്രോയ്ഡറി ബ്ലൗസാണ് വരുന്നത്. അടുത്ത കാണിക്കാൻ ഒരു ലീഫ് ഗ്രീൻ ആണ്. നേരത്തെ ഇതിൻ്റെ കട്ട് വർക്ക് കാണിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ കട്ട് വർക്ക് ഇല്ലാതെ എംബ്രോയ്ഡറി മാത്രം വരുന്നൊരു സാരിയാണ്. സ്കാലപ്പ് ബോർഡേഴ്സാണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലുള്ള എംബ്രോയ്ഡറി വരുന്ന ബ്ലൗസാണ്.